കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നത് അതിലേക്ക്. സമൂർത്ത രൂപമായിട്ട് ഏത് സമരങ്ങളെയും നേരിടാൻ എനിക്ക് ശക്തിയുണ്ട് എന്നുള്ള ധാർഷ്ട്യം കാണിച്ച പ്രധാനമന്ത്രി മുട്ടുമടക്കി പരാജയപ്പെടുന്ന ചിത്രം കൂടിയാണ് ഇത്. കാരണം ഇത് മുൻപേ ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് ചോര ചിന്തൽ ഒഴിവാക്കാമായിരുന്നു. ഇത് കഴിഞ്ഞ 3 മാസക്കാലം പ്രത്യേകിച്ചായിട്ട് ഇന്ത്യ രാജ്യത്ത് മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദമാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളത്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇത് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷയുടെ വിശ്വാസ്യതയില്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും? രക്ഷകർത്താക്കൾ എന്തിനാണ് ഇവനെ കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഈ ചോദ്യമാണ് ഇന്ത്യയിൽ അലയടിച്ചത്. 20-ൽ പരം കുട്ടികൾ അവിടെ സ്വന്തം ജീവൻ ഒടുക്കേണ്ട സാഹചര്യം ഉണ്ടായി. അത് നമ്പറിലല്ല, എണ്ണത്തിലല്ല. ഒരു മഹാരാജ്യത്തിൻ്റെ കുരുന്നുകളുടെ സ്വപ്നങ്ങളെയാണ് അത് തകർത്തത്. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടുള്ള അവരുടെ കൂട്ടുകാരുടെ ഒരു കൂട്ടായ്മയാണ് ഇത്ര വലിയ വിജയത്തിലേക്ക് എത്തുന്നത്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇന്ത്യയിലെ കുട്ടികളും യുവതയും നടത്തിയ ഈ പോരാട്ടത്തിൽ അവരുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഈ പോരാട്ടത്തിന് കരുത്തു പകരുന്നതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടത്തിയിരിക്കുന്ന ഉജ്ജ്വലമായ പോരാട്ടം എംപിമാരെയും കൊണ്ടുള്ള എല്ലാ ചട്ടവട്ടങ്ങളെയും സുരക്ഷാ ക്രമങ്ങളെയും എല്ലാം പാറ്റിൽ പറത്തി സ്വന്തം ജീവൻ എന്തു പറ്റിയാലും ഈ കുട്ടികളുടെ ന്യായമായ ആവശ്യങ്ങൾ നടത്തപ്പെടണം എന്നുള്ള ചിന്താഗതിയോട് നടത്തിയ പോരാട്ടത്തിൻ്റെ വിജയമാണ്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടി, ധാർഷ്ട്യം മുട്ടുമടക്കുന്ന സാഹചര്യം അതാണ് ഉണ്ടായി. അവർ പഠിക്കണമിനി. കുട്ടികളെ എങ്ങനെയാണ് തല്ലി തീർത്തത്? നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതല്ലേ? പെൺകുട്ടികളോട് എങ്ങനെയാണ് പോലീസുകാർ പെരുമാറിയത്? ഇവരാണ് ഈ രാജ്യത്തിൽ ഏറ്റവും വലിയ ജനാധിപത്യം പറയുന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പോൾ ഇതിനേറ്റ തിരിച്ചടി. ഏത് അധികായനും അടിതെറ്റിയാൽ വീഴും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിലൂടെ ഇന്ന് പ്രധാനമന്ത്രി നേരിട്ടിരിക്കുന്നത്. എല്ലാവരുടെയും വിജയമാണ്. ഇത് ഇന്ത്യയിൽ നമ്മൾ ഇപ്പം താങ്കളുടെ വീട്ടിലുള്ള ആൾ ആഗ്രഹിച്ചിരുന്നു ഈ രാജി. ഞാൻ താങ്കൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എല്ലാ വീടുകളിലും ആളുകൾ ഇതിലൊന്നും പങ്കെടുക്കാത്തവർ പോലും ആഗ്രഹിച്ചിരുന്നതായിരുന്നു ഈ രാജി. കാരണം അത്രമാത്രം ദേശീയമായിട്ട് ഇത് ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാവരുടെയും കൂട്ടായ്മയുടെ വിജയമാണ്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ തലമുറയുണ്ടല്ലോ, ആ പുതിയ തലമുറ പ്രതീക്ഷ നൽകുന്ന തലമുറയാണ് എന്നുള്ളതാണ്. കൺവിക്ഷനോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി പോരാട്ടം നടത്താൻ കഴിയുന്ന എന്ത് വെല്ലുവിളികളുണ്ടായാലും നേരിടാൻ കഴിയുന്ന തലമുറയാണെന്ന് തെളിയിച്ച ഒരു ഉജ്ജ്വല പോരാട്ടം കൂടിയാണിത്. ഈ രാജിക്കപ്പുറത്തേക്ക് വേറെ പല കാര്യങ്ങളും ഈ പാർട്ടി ഉന്നയിക്കുന്നുണ്ട്. അതിനൊപ്പം പ്രതീക്ഷ ഉണ്ടാവും അല്ല, ഞങ്ങൾ തന്നെ ഉന്നയിച്ച കാര്യങ്ങളുണ്ട്. ഇപ്പം എന്തായാലും തിങ്കളാഴ്ച അവർ പാർലമെൻറ്റിൽ ഒരു ബില്ല് കൊണ്ടുവരാൻ വേണ്ടി സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പരീക്ഷകൾ കുറ്റമറ്റതാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ശിക്ഷാ നടപടി. 12 കൊല്ലം ഭരിച്ചിട്ട് ഈ 12ാമത്തെ കൊല്ലം 20 കുരുന്നുകളുടെ ജീവൻ ഒടുക്കിയിട്ടാണ് ഇവരിത് കൊണ്ടുവരുന്നത് എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ബെറ്റർ ലേറ്റർ ദാൻ നെവർ എന്ന് പറയുന്നത് പോലെ നമുക്ക് അതിനെ കാണാം. എന്താണ് അതിലെ പ്രൊവിഷൻസ് ഞങ്ങൾ നോക്കുന്നുണ്ട്. ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ 9:45 പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം മല്ലികാർജ്ജുന ഖാർഗെയുടെ റൂമിൽ വിളിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ആ നിയമനിർമ്മാണത്തെക്കുറിച്ച് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായി ഞങ്ങൾ എന്തായാലും ഒരു വലിയ ആവശ്യം അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ആവശ്യങ്ങളുണ്ട്. ഈ പാവപ്പെട്ട കുട്ടികളെ തല്ലിച്ചതച്ച നരാധന്മാരായ പോലീസുകാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അന്വേഷണം വേണം. അതുപോലെ മരിച്ചുപോയ കുട്ടികളുടെ കുടുംബങ്ങളെ സഹായിക്കണം. ഇവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ പോലും ഇത് കഴിഞ്ഞിട്ട് പോലും ആ അടിയേറ്റ് പിടഞ്ഞു കിടക്കുന്ന കുട്ടികളോട് ഒരു മാപ്പ് പറയാൻ പോലും തയ്യാറായിട്ടില്ല. അത് തയ്യാറാവണം. ഇത്തരം കാര്യങ്ങളുടെ ആവശ്യം ഞങ്ങൾ ഉയർത്തുക തന്നെ ചെയ്യും, തുടരുക തന്നെ ചെയ്യും. ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. ഈ സിസ്റ്റം CBSE, നീറ്റ് പോലെയുള്ള പൊതുപരീക്ഷാക്രമങ്ങൾ, വിദ്യാർത്ഥികളെ ഭാവി നിശ്ചയിക്കുന്ന പൊതുപരീക്ഷാക്രമങ്ങൾ കൃത്യവും സൂക്ഷ്മവുമാകുന്നതിന് വേണ്ടിയിട്ടുള്ള നിതാന്ത ജാഗ്രതയുമായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷം വിദ്യാർത്ഥികളോടൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ രാജ്യത്തെ കർഷകരും അതുപോലെ തന്നെ ഗുസ്തി താരങ്ങളും ഒക്കെ വലിയ പ്രതിഷേധം നടത്തിയതാണ്. ഈ CJPക്ക് മുന്നിൽ മാത്രം എന്തുകൊണ്ടായിരിക്കാം? നിങ്ങളെ ഇത് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ നടന്ന സമരമല്ല ഇത്. ആദ്യം മനസ്സിലാക്കുക. അവിടെ വന്ന കുട്ടികളോട് ചോദിച്ച എല്ലാവർക്കും അറിയാം. ഇത് ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, ഇന്നലെ ഒരു വാർത്ത കണ്ടു, ആസാമിലെ BJP മന്ത്രിയുടെ മകളും ഈ സമരത്തിൽ പങ്കെടുക്കാൻ വന്നു. പല BJPക്കാരുടെ വീട്ടിലെ മക്കളും സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത് രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള മറ്റു ചിന്താഗതികൾക്കെതിരെയായിട്ടുള്ള സമരമാണ്. കർഷക സമരം വിജയിച്ചു. ഇതുപോലെ കർഷകർ നടത്തിയ നിശ്ചയദാർഢ്യത്തോട് സമരത്തിന് പകരം ആ 3 ബില്ലുകൾ പിൻവലിച്ചത് അവരുടെ പോരാട്ടത്തിൻ്റെ വിജയമാണ്. അന്നും ആദ്യം ചിലർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് കോൺഗ്രസ് ആദ്യ വിനോദ നിലപാടെടുത്തില്ല. കോൺഗ്രസ് ആദ്യം എടുത്തിരുന്നെങ്കിൽ പറയുകയാണ് രാഷ്ട്രീയമാക്കി കോൺഗ്രസ്. ഇത് യുദ്ധം അവസാനിപ്പിക്കുന്നില്ല എന്നാണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്.
ഇത് ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണ് ഈ സമരത്തിന്റെ വിജയമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ ഈ യുവതയ്ക്ക് പിന്നിൽ അണിനിരക്കാൻ സാധിച്ചതിൽ കോൺഗ്രസിന് അഭിമാനമുണ്ട് എന്ന് തുടങ്ങിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്നത്.